പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ അമ്മച്ചി ഇന്ന് നമ്മോട് കൂടെ ഉണ്ട്. നമുക്ക് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ചേച്ചി, അച്ഛൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, അമ്മച്ചി ജൂലൈ മാസത്തിൽ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് വന്ന് നമ്മോട് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞായിരുന്നു. അമ്മച്ചി ഇന്നലെ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് വരാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചില്ല. അമ്മച്ചി ഇന്നലെ ചേച്ചിയുടെ കൂടെ, പെങ്ങളുടെ കൂടെ വന്നു. അമ്മച്ചി പറഞ്ഞോ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രാർത്ഥനച്ച, ജോസച്ച, സെബാസ്റ്റ്യനച്ച, അച്ഛന്മാർ എല്ലാവരും പറഞ്ഞു ഇവിടെ പ്രാർത്ഥിക്കാവുന്നവർ അപ്പച്ചന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചെന്ന് പ്രാർത്ഥനച്ചൻ വന്നപ്പോൾ പറഞ്ഞു. അപ്പച്ചൻ രോഗത്തിലായിരുന്നെങ്കിലും കുറച്ച് നാൾ കിടന്നുള്ളൂ. ആ രോഗമൊക്കെ ശാന്തമായിട്ട് സഹിക്കാനും അതിനുശേഷം ശാന്തമായിട്ട് മരിക്കാനും അപ്പച്ചന് സാധിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അപ്പച്ചന് അങ്ങനെ ഒരു നല്ല മരണം കിട്ടിയെന്ന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമായി ഒരു സാക്ഷ്യമായിട്ട് ഞാൻ പറയുന്നു. അതിനുശേഷം 2 മാസം കഴിഞ്ഞപ്പോൾ അപ്പച്ചൻ്റെ ആവശ്യം നടക്കുന്ന ദിവസം അമ്മച്ചിക്ക് സുഖമില്ലാണ്ടായി. അമ്മച്ചി ആസ്പത്രിയിൽ ഒരു 11 ദിവസം കിടന്നു. വെന്റിലേറ്ററിൽ 3 ദിവസം കിടന്നു. ആ വിവരം അച്ഛനോട് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടിയും അച്ഛന്മാരും ഇവിടെ വന്ന് ധ്യാനത്തിൽ ഈ ദിവസങ്ങളിൽ പങ്കെടുക്കുന്ന എല്ലാവരും അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗം സുഖമായി. ഇന്നലെ അപ്രതീക്ഷിതമായി മകൾ വീട്ടിലെത്തുകയും ഇന്നത്തെ ഇവിടെ നടക്കുന്ന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ മകൾ ആഗ്രഹം പറയുകയും അതേപ്രകാരം അച്ഛന് വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ ടിക്കറ്റെല്ലാം വേഗം ശരിയാക്കി ട്രെയിൻ വരാൻ സാധിച്ചു. ഇന്നിവിടെ വന്ന് നിങ്ങളോടൊപ്പം ഈ ധ്യാനത്തിലും ഈ ശുശ്രൂഷയിലും പങ്കെടുക്കാൻ സാധിച്ചു. അപ്പോൾ എല്ലാവരുടെ പ്രാർത്ഥനയ്ക്കും പ്രത്യേകം നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിനെ നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ്റെ 4ാമത്തെ ചേച്ചിയാണ് ഇവിടെയുള്ളത്. മാർഗ്രറ്റ് എന്നാണ് ചേച്ചിയുടെ പേര്. അമേരിക്കയിൽ കുടുംബവുമായിട്ട് താമസിക്കുകയാണ്. അപ്പോൾ ചേച്ചി ചൊവ്വാഴ്ച രാത്രി 11 മണിക്കാണ് വീട്ടിലെത്തിയത്. അപ്പോൾ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അതിനുശേഷം ബുധനാഴ്ച കാലത്ത് ഇങ്ങോട്ട് വന്നു. ഇന്നലെ ഇവിടെ യേശുനാമജപത്തിലൊക്കെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ ചേച്ചിയുടെ ഒരു ഇനീഷ്യേറ്റീവിലാണ് അമ്മച്ചിയെ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്. നമുക്ക് അമ്മച്ചിക്കും ചേച്ചിക്കും മറ്റെല്ലാ സഹോദരങ്ങൾക്കും അമ്മച്ചി പറഞ്ഞതുപോലെ അപ്പച്ചന് വേണ്ടി പ്രാർത്ഥിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും, അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛന്മാർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. നമുക്ക് അമ്മച്ചിയുടെ നേരെ കരങ്ങൾ നീട്ടി 21 പ്രാവശ്യം യേശുനാം. നിങ്ങൾക്കറിയാം, അമ്മച്ചിക്ക് 87 വയസ്സാണ്. 87ാമത്തെ വയസ്സിൽ അമ്മച്ചി ആ സാക്ഷ്യം പറഞ്ഞപ്പോൾ ക്വാളിറ്റി കണ്ടില്ലേ? വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് വലതുകരം അമ്മച്ചിയുടെ നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമുക്ക് അമ്മച്ചിക്ക് വേണ്ടിയിട്ട് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയേ 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 ഈശോയേ. നമുക്ക് എഴുന്നേറ്റുണ്ട്.